ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറിക്സ്. നമ്മൾ സെറ്റ് എക്സാമിൻ്റെ PYQs ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സെഷൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ അതും നിങ്ങൾ പോയിട്ട് കാണുക. പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് നെറ്റ് എക്സാം, സെറ്റ് എക്സാം ഇങ്ങനെയുള്ള ഹയർ ലെവൽ എക്സാമുകൾ എഴുതുന്ന ആൾക്കാർക്കൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾസോ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. നമ്മൾ നോക്കുന്ന സമയത്ത് വീഡിയോസ് കാണുന്ന പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വീഡിയോൻ്റെ റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടും. അതൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് വീഡിയോസ് കൂടുതൽ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കൂടിയാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കാര്യം ഒന്ന് പരിഗണിക്കുക. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് വരാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും കുറച്ച് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് എക്കണോമിക്സ് ഇൻ ദ സെൻസ് നമ്മുടെ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്കണോമിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് സെറ്റ് എക്സാമിൻ്റെ സിലബസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന വളരെ വിപുലമായിട്ടുള്ള, വളരെ വിശാലമായിട്ടുള്ള ഏൻഷ്യൻ, മെഡീവൽ, മോഡേൺ എന്നൊക്കെ പറഞ്ഞ വേൾഡ് ഹിസ്റ്ററി എന്നുള്ള ഇന്ന് നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ ഏൻഷ്യൻ്റ് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമ്മുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: ഹൂ സെഡ് കൊളോണിയൽ എഡ്യൂക്കേഷൻ ക്രിയേറ്റഡ് എ സെൻസ് ഓഫ് ഇൻഫീരിയോറിറ്റി ഇൻ ദ മൈൻഡ്സ് ഓഫ് ഇന്ത്യൻസ്? ഇന്ത്യൻസിൻ്റെ മൈൻഡിൽ ഒരു കൈൻഡ് ഓഫ് ഇൻഫീരിയോറിറ്റി ക്രിയേറ്റ് ചെയ്തു കൊളോണിയൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ആര് എന്നുള്ളതാണ്. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഗാന്ധിജി, ഓപ്ഷൻ ബി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ഡി മുഹമ്മദ് അലി ജിന്ന, MA ജിന്ന. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഗാന്ധിജി എന്നുള്ളതാണ്. ഗാന്ധിജിയാണ് ശരിക്കും ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. കൊളോണിയൽ എഡ്യൂക്കേഷൻ ഇന്ത്യക്കാർക്കിടയിൽ ഒരു കൈൻഡ് ഓഫ് ഇൻഫീരിയോറിറ്റി ഒരു ഫീലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് മഹാത്മാഗാന്ധി. ഇനി അടുത്തൊരു ചോദ്യമാണ്: റിമൂവൽ ഓഫ് പോവർട്ടി ആൻഡ് അറ്റൈൻമെൻറ്റ് ഓഫ് സെൽഫ് റിലയൻസ് റിമൈൻഡ് ദ ട്വിൻ എയിംസ് ഓഫ്. ഏത് 5-year പ്ലാനിൻ്റെ എയിമാണ് റിമൂവൽ ഓഫ് പോവർട്ടി ആൻഡ് അറ്റൈൻമെൻറ്റ് ഓഫ് സെൽഫ് റിലയൻസ്? ഇത് രണ്ടും പാടെ എയിമായിട്ട് വന്നിട്ടുള്ളത് ഏത് പഞ്ചവത്സര പദ്ധതിയുടേതാണ് എന്നുള്ളതാണ്. ഇവിടെ സെക്കൻഡ് 5-year പ്ലാൻ, തേർഡ് 5-year പ്ലാൻ, ഫോർത്ത് 5-year പ്ലാൻ, ഫിഫ്ത്ത് 5-year പ്ലാൻ. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ സെക്കൻഡ് 5-year പ്ലാൻ എന്നുള്ളതാണ്. ഇതേ സെക്കൻഡ് 5-year പ്ലാനാണ് നമ്മൾ മഹലനോബിസ് പ്ലാൻ, അതായത് PC മഹലനോബിസ് എന്നുള്ളതാണ് ആളുടെ പേര്. അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും മഹലനോബിസ് പ്ലാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഒരു സെക്കൻഡ് 5-year പ്ലാനിനെ ആണ്. ഓർത്തു വെക്കുക, മറന്നുകൊണ്ട. ഇനി അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്: The concept of mixed economy is implemented by the Industrial Policy Resolution of. അത് ഏത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ പ്രകാരമാണ് മിക്സഡ് എക്കണോമി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ 1947, 1956, 1949, 1950. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 1956 എന്നുള്ളതാണ്. 1956 ഇൻഡസ്ട്രിയൽ പോളിസി പ്രകാരമാണ് മിക്സഡ് എക്കണോമി എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ചോദ്യമാണ്: ദ ലൈഫ് ബ്ലഡ് ആസ് വെൽ ആസ് ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ എക്കണോമിയുടെ ലൈഫ് ബ്ലഡും അതുപോലെ തന്നെ അതിൻ്റെ നട്ടൽ അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഏത് സെക്ടറാണെന്നുള്ളതാണ്. ആനിമൽ ഹസ്ബൻഡറി, അഗ്രികൾച്ചർ, ഫോറസ്റ്റ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അധികം ആലോചിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇന്ത്യയിലെ ഏതാണ്ട് 50%, 50% ആൾക്കാരും, ഇത് 50 ആണ്, 50% ആൾക്കാരും തൊഴിൽ ചെയ്യുന്ന ഒരു മേഖലയാണ് ഏത്? ഓപ്ഷൻ ബി അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ബാക്ക് ബോണും അതിൻ്റെ ലൈഫ് ബ്ലഡും ഒക്കെ അഗ്രികൾച്ചറാണ്. ആൻഡ് അഗ്രികൾച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യം. ഏതായാലും പറഞ്ഞു തന്നത് അഗ്രികൾച്ചറിന് അങ്ങനെ ഒരു പ്രാധാന്യം കൂടി ഉണ്ട്. അതേസമയം 50% ആൾക്കാരും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു റവന്യൂ അല്ലെങ്കിൽ GDPയിലേക്കുള്ള അഗ്രികൾച്ചറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വെരി വെരി ലെസ് എന്നുള്ളതാണ്. അത് 20% മാത്രമേ GDPയിലേക്ക് അഗ്രികൾച്ചറിന് കോൺട്രിബ്യൂഷൻ ഉള്ളൂ. ബട്ട് സ്റ്റിൽ നമുക്ക് പ്രധാനം കഴിക്കലായതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോയേ മതിയാവും. GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നോക്കിയിട്ട് അതിൻ്റെ പ്രാധാന്യം നമുക്ക് ഒരിക്കലും കുറച്ച് കാണിക്കാനായിട്ട് പറ്റൂല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് അഗ്രികൾച്ചർ നമ്മൾ ഒരുപാട് ഐറ്റം കൊടുക്കുന്നത്. എന്തായാലും പറഞ്ഞു വന്നത് നമ്മുടെ ഒരു PYQ ആയിരുന്നു ഇത്തരത്തിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യമാണ്:
പുസ്തകത്തിൻ്റെ പേര് ഇതാണ്, ഫ്രണ്ട്സ് നോട്ട് മാസ്റ്റേഴ്സ്. ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയത് ആര്? I.K. ഗുജ്റാൾ, അയ്യൂബ് ഖാൻ, VK കൃഷ്ണമേനോൻ, സുൽഫിക്കർ അലി ഭൂട്ടോ. ഇതിനകത്തൊരു ഇൻഡോ പാക് ബന്ധം നമുക്ക് കാണാനായിട്ട് പറ്റും. ഫ്രണ്ട്സ് നോട്ട് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വർക്ക് എഴുതിയത് ആര് എന്നുള്ളതാണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, അയ്യൂബ് ഖാൻ എന്നുള്ളതാണ്. അയ്യൂബ് ഖാൻ ആണ് ഇത്തരത്തിൽ ഫ്രണ്ട്സ് നോട്ട് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇന്ത്യ പാക് റിലേഷനെ പറ്റിയിട്ടാണ് എന്നുള്ളത് തന്നെയാണ്. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. നെയിം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹൂ ഡിക്ലെയർഡ് ദ ഇന്റേണൽ എമർജൻസി. ഇതിനേക്കാളും ഈസി ആയിട്ടുള്ള ചോദ്യം ചോദിക്കാൻ പറയരുത്, കാരണം ഇതിനേക്കാളും ഇനി ഈസി ആക്കാൻ കഴിയൂല. അതുകൊണ്ടാണ്, അത്രയും നിസ്സാരമായിട്ടുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അതായത് ആരാണ് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഇന്ദിരാഗാന്ധി എന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രൈം മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കാം. പക്ഷെ ഇവിടെ പ്രസിഡന്റാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഫക്രുദ്ദീൻ അലി അഹമ്മദ്, ആർ വെങ്കട്ടരാമൻ, ദെൻ സാക്കിർ ഹുസൈൻ. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഉണ്ട് എന്നുള്ള കാരണത്താലാണ് ഇന്ദിരാഗാന്ധി ഫക്രുദ്ദീൻ അലി അഹമ്മദിനോട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനായിട്ട് പറയുന്നത്. എന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? 1975. ജസ്റ്റ് ഒരു കുറച്ച് മുൻപാണ് നമ്മൾ എന്ത് ചെയ്തത്, അടിയന്തരാവസ്ഥയുടെ നമ്മളെന്താ പറയല്, ഒരു സുവർണ ജൂബിലി അല്ലേ, 50 years എന്നുള്ളതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആൻഡ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നുള്ളതൊക്കെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട്. ആക്ച്വലി ആർട്ടിക്കിൾ 352 പ്രകാരമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ എമർജൻസി പ്രൊവിഷൻസ് ഒക്കെ ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. ദ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വാസ് അഡോപ്റ്റഡ് ഇൻ. അതായത് എഡ്യൂക്കേഷൻ പോളിസി, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ പോളിസി ഏത് വർഷത്തിലാണ് അഡോപ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. 1968, 1975, 1990 ആൻഡ് 2001. ഇതിനകത്ത് നമ്മൾ പെട്ടെന്ന് 2020 എന്നൊന്നും പറഞ്ഞിട്ട് പോകേണ്ട ആവശ്യമില്ല. ഇത് പഴയ എഡ്യൂക്കേഷൻ പോളിസിനെ സംബന്ധിച്ചാണ്. സോ ആ ഒരു സമയത്ത് എഡ്യൂക്കേഷൻ പോളിസി അഡോപ്റ്റ് ചെയ്യുന്നത് ഇറ്റ് വാസ് ഇൻ ദ ഇയർ 1968, 1968 എന്നുള്ളതാണ്. പിന്നെ അതിന് മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് 1980 വരുന്നുണ്ട്. പിന്നെ വർഷങ്ങൾക്കിപ്പുറം 2020 ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നു എന്നുള്ളതാണ്, സമഗ്രമായിട്ടുള്ള ചേഞ്ചുകളുമായിട്ട്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ദ ആർക്കിടെക്ട് ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിനേക്കാളും നിസ്സാരമായ ചോദ്യങ്ങൾ ഇനി ചോദിക്കാൻ പറയരുത്, കാരണം അത്ര ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഗ്രീൻ റവല്യൂഷൻ്റെ ആർക്കിടെക്ട്, അതും ഇന്ത്യയിലാണ്, കൺഫ്യൂഷനായി പോകരുത്. സോ ഇന്ത്യയിലെ ആർക്കിടെക്ട് ആര് എന്നുള്ളത് വർഗീസ് കുര്യൻ ആയിരുന്നോ, MS സ്വാമിനാഥൻ ആയിരുന്നോ, രാജീവ് ഗാന്ധി ആയിരുന്നോ, VP സിംഗ് ആയിരുന്നോ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, MS സ്വാമിനാഥൻ എന്നുള്ളതാണ്. ആൻഡ് നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്ത് ഈ ഒരു ഗ്രീൻ റവല്യൂഷൻ്റെ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാദർ എന്നൊക്കെ പറയാൻ പറ്റുന്നത് നോർമൻ ബോർലോഗ് എന്നുള്ളതാണ്. ഓക്കെ, നോർമൻ ബോർലോഗ്, അദ്ദേഹത്തിനെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഗ്രീൻ റവല്യൂഷൻ്റെ ആർക്കിടെക്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഈ ഒരു ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, ഇൻ്റർനാഷണലി സംഭവിച്ചിട്ടുള്ള ഒരു സിനാരിയോ ആണ്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരു ഇവൻ്റ് ആണ് എന്നുള്ളത് തന്നെയാണ്. അതിന് നമ്മുടെയൊക്കെ ഭക്ഷണത്തിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് തുടരാൻ പറ്റിയത് ആ ഒരു കാരണത്താൽ, അല്ലെങ്കിൽ ആ ഒരു ഇവൻ്റ് സംഭവിക്കുന്നതോട് കൂടിയിട്ട് തന്നെയാണ്. കാർഷിക മേഖലയിൽ സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇനി ഇവിടെ നമുക്കറിയുന്ന മറ്റൊരു പേരുകാരനാണ് ഡോക്ടർ വർഗീസ് കുര്യൻ, ഇന്ത്യയുടെ പാൽക്കാരൻ, മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് വർഗീസ് കുര്യനെയാണ്. സ്വാഭാവികമായിട്ടും പിന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ വൈറ്റ് റവല്യൂഷൻ, അതായത് മിൽക്ക് പ്രൊഡക്ഷനിലുള്ള റവല്യൂഷൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് വർഗീസ് കുര്യനെയാണ്. ആൻഡ് മറ്റൊരു റവല്യൂഷൻ ഉള്ളതാണ് ബ്ലൂ റവല്യൂഷൻ എന്ന് പറയുന്നത്. കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ബ്ലൂ റവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലൂ വാട്ടർ, അതായത് കടൽ ജലം എന്നൊക്കെയാണല്ലോ. ഈ വെള്ളത്തിനകത്ത് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട സംഗതി തിന്നാനുള്ളത്, ഇന്നിപ്പോൾ തിന്നലിനെ പറ്റിയിട്ടാണ്. എന്തായാലും തിന്നാനുള്ളത് എന്താണ്? ഫിഷ് എന്നതാണ്. സോ മീൻ കൃഷി അല്ലെങ്കിൽ മീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റവല്യൂഷനാണ് ശരിക്കും. അതിൽ ഉള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ബ്ലൂ റവല്യൂഷൻ വരുന്നത്. അറിയുന്നതിനായിരിക്കാം, ജസ്റ്റ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യമാണ്,
ദ ആർക്കിടെക്ട് ഓഫ് ഗുഡ് നൈബർ പോളിസി. ഗുഡ് നൈബർ പോളിസിയുടെ ആർക്കിടെക്ട് ആര്? ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ ബി IK ഗുജ്റാൾ, ഓപ്ഷൻ സി VP സിംഗ്, ഓപ്ഷൻ ഡി രാജീവ് ഗാന്ധി. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി IK ഗുജ്റാൾ എന്നുള്ളതാണ്. നിങ്ങൾ ആൻസർ ഒക്കെ എന്ത് ചെയ്യുക, കമന്റിൽ പറയാം. അതായത് ഇതൊരു പരീക്ഷണമാണ്, ഇതൊരു പരീക്ഷയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, കാണുന്നതിൻ്റെ ഇടയ്ക്ക് പോസ് ചെയ്യുക, എന്നിട്ട് കമന്റിൽ നിങ്ങൾ ആൻസർ പറയാം. ഓപ്ഷൻ ബി എന്നോ സി എന്നോ നിങ്ങൾ പറയാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് സെൻഡ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അയ്യോ എൻ്റെ കമൻറ്റോടെ കണ്ടാൽ ഞാൻ തെറ്റി പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട്, എന്നാലും വേണ്ടില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് പറയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം അത് നമ്മളൊരു പല എക്സാമുകളും നമ്മളെ പഠിക്കാനും ആ ഒരു എന്താണ് പറയുക ട്രാക്കിൽ നിലനിർത്താനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുക, നമ്മളെ മറ്റുള്ളവർ വിലയിരുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. നമ്മൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റിയോടുകൂടി ചെയ്യും എന്നുള്ളതാണ്. എനിവേസ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഒരുപാട് സമയം ഞാൻ കളയുന്നില്ല. ഞങ്ങളെ മോട്ടിവേഷൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ പഠിക്കാൻ ട്രാക്കിൽ നിൽക്കാനുള്ള പ്രത്യേക സ്ട്രാറ്റജീസ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, അപ്പോൾ ഞാൻ അനുസരിച്ച് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യമാണ് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി മിസ് ഇന്ദിരാഗാന്ധി, ദെൻ ഓപ്ഷൻ സി മൊറാർജി ദേശായി, ഓപ്ഷൻ ഡി AB വാജ്പേയി. ആരുടെ ഗവൺമെൻറ് ആണ് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതാണ്. സോ റീസെൻ്റ് ആയിട്ടും ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്നുള്ളതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എനിവേസ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ബൈ മിസ്സിസ് ഇന്ദിരാഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ സമയത്തായിരുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കുകയാണെങ്കിൽ മെൻഷൻ ദ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ കണ്ടക്റ്റഡ് ബൈ ഹെൻറി ഷീൽമാൻ. എവിടെയാണ് അദ്ദേഹം ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിലേക്ക് ചാടിയിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്: പിച്ച് ഡൗൺ, നിയാണ്ടർതാൽ, ട്രോയ്, പീക്കിംഗ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ട്രോയ് എന്നുള്ളതാണ്. ഹെൻറി ഷീൽമാൻ. ഓക്കെ, ഞാൻ അങ്ങനെ വായിച്ചതേ ഉള്ളൂ. എന്തായാലും അദ്ദേഹം എക്സ്കവേഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യമാണ് ഹോമോ സാപ്പിയൻസ് ലിവ്ഡ് ഡ്യൂറിങ് ദി പാലിയോളിത്തിക് പീരീഡ്, നിയോളിത്തിക് പീരീഡ്, മെഗാലിത്തിക് പീരീഡ്, ചാൽക്കോലിത്തിക് പീരീഡ്. ഏത് കാലഘട്ടത്തിലാണ് ഹോമോ സാപ്പിയൻസ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്? ഹ്യൂമൻ എവല്യൂഷനെ പറ്റി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ആദ്യം പ്രൈമേറ്റ്സ് വരുന്നു, പിന്നെ അതിനുശേഷം നമ്മൾ എന്താ പറയല് ഹോമോ ഇറക്റ്റസ്, ഇങ്ങനെയുള്ള ഒരുപാട് ഹോമോ വരുന്നുണ്ട്. നമ്മൾ ഹൊമിനോയിഡ്, പ്രൈമേറ്റ്സ്, ഹൊമിനോയിഡ്, ഹൊമിനിഡ്. ഈ ഹൊമിനിഡിനകത്താണ് നമ്മൾ ഈ പറയുന്ന എന്താണ് പറയല് ഹോമോ ഇറക്റ്റസ്, അതുപോലെ തന്നെ ഹോമോ ഹാബിലിസ്, ഇങ്ങനെയുള്ള ഒക്കെ വരുന്നത്. അതിൻ്റെ ആസ്ട്രോലോപിത്തേക്സ് അതിൻ്റെ മുന്നേ വരുന്നുണ്ട്. എവല്യൂഷൻ എന്നുള്ളത് നമുക്ക് ഈ സെറ്റ് എക്സാമിൽ കുറച്ചൊക്കെ എക്സാമിൽ വരുന്ന ഒരു ഏരിയ ആണ്. ആൻഡ് മോസ്റ്റ്ലി അവിടുന്ന് വരാറുള്ളത് നമ്മൾ ഈ ഒരു സ്റ്റോൺ ടൂൾസ് ഇങ്ങനെയുള്ള ഭാഗത്തേക്കൊക്കെയാണ്. ഏതായാലും ഹോമോ സാപ്പിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് കാലഘട്ടത്തിലായിരുന്നു എന്ന് ചോദിച്ചാൽ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ പാലിയോളിത്തിക് പീരീഡ്. പാലിയോളിത്തിക് പീരീഡിലാണ് ഹോമോ സാപ്പിയൻസിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ഡ്യൂറിങ് ദ ബ്രോൺസ് ഏജ്. ബ്രോൺസ് ഏജ് സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആദ്യത്തെ മെറ്റൽ ഏത്? കോപ്പർ ആണോ, അയൺ ആണോ, സിൽവർ ആണോ, ഗോൾഡ് ആണോ? ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ കോപ്പർ എന്നുള്ളത് തന്നെയാണ്. മനുഷ്യന്മാർ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള മെറ്റൽ എന്ന് പറയുന്നതും കോപ്പർ എന്നുള്ളത് തന്നെയാണ്. അതും അറിയുന്ന കാര്യം തന്നെയാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഫോർ റണ്ണേഴ്സ് ഓഫ് ദ ഗ്രീക്ക് സിവിലൈസേഷൻ വെർ നോൺ ആസ് മായൻസ്, ഇൻകാസ്, മിയോണാൻസ്, ദെൻ ഈജിപ്ഷ്യൻസ്. ഇവിടുത്തെ ഉത്തരം എന്നുള്ളത് വളരെ നിസ്സാരമായിട്ട് കണ്ടെത്താനായിട്ട് പറ്റും. മായൻ കൾച്ചർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇൻകാസിനെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇവരൊക്കെ ആക്ച്വലി അമേരിക്കയിലാണ് ഉണ്ടായിരുന്നത്. അതായത് നോർത്ത് സൗത്ത് അമേരിക്കയിലാണ് മായൻസും ഇൻകാസൊക്കെ വരുന്നത്. ഈജിപ്ഷ്യൻസിനെ പിന്നെ പറയേണ്ട ആവശ്യമില്ല, സ്വാഭാവികമായിട്ട് അവരെന്താണ് ആഫ്രിക്കയിലാണ് അല്ലെങ്കിൽ ഈജിപ്തിലാണ്. പിന്നെ ഇതിനകത്ത് ബാക്കിയുള്ളത് ഏതാണ്? മിയോണൻസ് എന്നുള്ളതാണ്. ഇവരാണ് ശരിക്കും ഗ്രീക്ക് സിവിലൈസേഷൻ്റെ ഫോർ റണ്ണേഴ്സ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ഇനി അടുത്തൊരു ചോദ്യം നോക്കുന്നത് എഗെയിൻ ഗ്രീക്ക് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ദ പോപ്പുലർ ലോ കോർട്ട് ഓഫ് ഗ്രീസ്. ഗ്രീസിലെ ലോ കോർട്ട് ഏതായിരുന്നു? ഹെലിയ, ജെറൂഷ്യ, അപ്പല, ലിക്കർഗസ്. ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ എ
ഹെലിയ എന്നുള്ളതാണ്. ഈ വേൾഡ് ഹിസ്റ്ററി, പ്രത്യേകിച്ച് ആൻഷ്യൻ വേൾഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് PYQ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യം നന്നായിട്ടില്ല, ഒരു മോഡറേറ്റ് ലെവൽ PYQs നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് റിപ്പീറ്റഡ്ലി വന്ന് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനാണ്. ഇനി അടുത്തൊരു ചോദ്യമാണ്, ദ ചീഫ് ജസ്റ്റിസ് ഓഫ് റോമൻ റിപ്പബ്ലിക്. റോമൻ റിപ്പബ്ലിക്കിൻ്റെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ എ പ്രൈറ്റർ, ഓപ്ഷൻ ബി പെട്രീഷ്യൻസ്, ഓപ്ഷൻ സി പ്ലെബിയൻസ്, ഓപ്ഷൻ ഡി പാട്രിയോട്സ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം പാട്രിയോട്ട് എന്ന് വെച്ചാൽ എന്താണ്, സിംപ്ലി രാജ്യസ്നേഹി എന്ന് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു റോമൻ റിപ്പബ്ലിക്കിലെ ചീഫ് ജസ്റ്റിസ് ഒന്നുമല്ല പാട്രിയോട്ട് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് നമ്മുടെ പാട്രീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടുത്തെ അരിസ്റ്റോക്രസിയാണ്, അവിടുത്തെ ഭരണവർഗമാണ് പാട്രീഷ്യൻസ് എന്ന് പറയുന്നത്. ആൻഡ് പ്ലെബിയൻസ് എന്ന് പറയുന്നത് അവിടുത്തെ കോമൺസ് ആണ്, ശരിക്കും പ്ലെബിയൻസ്. ഇതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, പ്ലെബിയൻസ് എന്ന് പറയുന്നത് അവിടെ റോമൻ റിപ്പബ്ലിക്കിനകത്ത് കോമൺസിനാണ് പ്ലെബിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്ന അവിടുത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് പ്രൈറ്റർ എന്നുള്ളതാണ്. പ്രൈറ്റർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. അതാണ് റോമൻ റിപ്പബ്ലിക്കിലെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ദ ഫിലോസഫർ ടേൺഡ് എംപറർ ഓഫ് റോം. അതായത് ഫിലോസഫർ ആയിരുന്ന റോമൻ എംപറർ ആര്? ഓപ്ഷൻ എ അഗസ്റ്റസ് ആണോ, ഓപ്ഷൻ ബി മാർക്കസ് ആണോ, ഓപ്ഷൻ സി കോൺസ്റ്റന്റൈൻ ആണോ, ഓപ്ഷൻ ഡി മാർക്കസ് ഒറേലിയസ് ആണോ? ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, അഗെയിൻ ഞാൻ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ പറഞ്ഞ ഓപ്ഷൻസ് ശരിയാണോ എന്നുള്ളത്. ശരിയല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തുകൊണ്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങളുടെ അയ്യോ എൻ്റെ അഭിമാനം പോയി, ആൾക്കാരൊക്കെ എന്നെ പറ്റി എന്ത് വിചാരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തോ, അല്ലെങ്കിൽ എന്ത് ചെയ്തോ അവിടെ വെച്ചേക്ക്, അത്രേ ഉള്ളൂ, നോ ഇഷ്യൂസ്. ഏതായാലും പറഞ്ഞു വന്നത് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡി മാർക്കസ് ഒറേലിയസ് എന്നുള്ളതാണ് ഫിലോസഫർ ടേൺഡ് എംപറർ ഓഫ് റോം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യമാണ്. ഇത് പിന്നെ നമ്മൾ ഹിസ്റ്ററിക്കാർക്ക് അറിയില്ലെങ്കിലും ഡോക്ടർമാർക്ക് നന്നായിട്ട് അറിയണ്ടായിരിക്കും. കാരണം അവരൊരു പ്രതിജ്ഞ ഒക്കെ ചെയ്തിട്ടാണ്, ഈ പേരിലൊരു പ്രതിജ്ഞ ചെയ്തിട്ടാണ് ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്നത് തന്നെ. എന്തായാലും ദ ഫാദർ ഓഫ് മെഡിസിൻ, മെഡിസിൻ്റെ പിതാവാര്. അപ്പോൾ നമ്മൾ ചരിത്രത്തെ ആൾക്കാർ മെഡിസിനെ പറ്റിയിട്ടും ഫിലോസഫീനെ പറ്റിയിട്ടും ലിറ്ററേച്ചറിനെ പറ്റിയിട്ടും ഒക്കെ പഠിക്കണം. അതാണ് നമ്മൾ. ഓക്കെ, അടുത്തത് ഇതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ പൈതഗോറസ്, ഓപ്ഷൻ ബി ഹിപ്പോക്രാറ്റസ്, ഓപ്ഷൻ സി സിയസ്, ഓപ്ഷൻ ഡി അപ്പോളോ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളത് മെഡിസിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ആർക്കും സംശയം ഉണ്ടാവില്ല, ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്തായാലും ഹിപ്പോക്രാറ്റസ് ആണ് മെഡിസിൻ്റെ ഫാദർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. ഈ ഒരു സെഷനിലെ അവസാനത്തതിൻ്റെ മുന്നത്തെ ചോദ്യമാണ് ദ ലാസ്റ്റ് റോമൻ എംപറർ, ലാസ്റ്റ് അവസാനത്തെ റോമൻ എംപറർ ആര് എന്നുള്ളതാണ്. ഓപ്ഷൻ എ നീറോ ആണോ, ഓപ്ഷൻ ബി അഗസ്റ്റസ് സീസർ ആണോ, ഓപ്ഷൻ സി ജൂലിയസ് സീസർ ആണോ, ഓപ്ഷൻ ഡി റോമുലസ് സീസർ ആണോ? ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദ ലാസ്റ്റ് റോമൻ എംപറർ, ആക്ച്വലി ഇറ്റ് ഈസ് ലാസ്റ്റ് വെസ്റ്റേൺ റോമൻ എംപറർ. അറിയാലോ നമുക്ക് റോമൻ എംപയറിനെ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ റോമൻ എംപയർ എന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. വെസ്റ്റേൺ റോമൻ എംപയർ എന്ന് റോം ബേസ് ചെയ്തിട്ട് തന്നെ, ഈസ്റ്റേൺ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ഒരു കോൺസ്റ്റാന്റിനോപ്പിൾ ബേസ് ചെയ്തിട്ട് അത് അടുത്തൊരു റോമൻ എംപയർ വരുന്നുണ്ട്. അറിയുന്നതിനായിരിക്കും, അലക്സാണ്ട്രിയ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. എനിവേയ്സ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളത് 476 ലാസ്റ്റ് റോമൻ എംപറർ ആയിരുന്ന 476 സി. ഓക്കെ, ലാസ്റ്റ് റോമൻ എംപറർ ആയിരുന്ന റോമുലസ് സീസർ, ലാസ്റ്റത്തെ ആള് റോമുലസ് ആണ് എന്നുള്ള രീതിയിൽ ആലോചിക്കുക. റോമുലസ് സീസറിനെ പുറത്താക്കുന്നത്. ഓക്കെ, ഹി ഈസ് ദ ലാസ്റ്റ് റോമൻ വെസ്റ്റേൺ റോമൻ എംപറർ. ഇനി അടുത്തൊരു ചോദ്യം കൂടി നോക്കിയിട്ട് നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ ചോദ്യം ഇതാണ്, ദ ക്യൂൻ ഓഫ് മെഡിറ്ററേനിയൻ സീ. മെഡിറ്ററേനിയൻ സീയുടെ ക്യൂൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഈജിപ്ത്, ഓപ്ഷൻ ബി കാർത്തേജ്, ഓപ്ഷൻ സി റോം, ഓപ്ഷൻ ഡി ഗ്രീസ്. ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി കാർത്തേജ് എന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ എനിക്കുള്ള മോട്ടിവേഷൻ കൂടിയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, സോ തൽക്കാലത്തേക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത സെഷനിൽ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.